ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫൈനൽ എപ്പിസോഡ് ഓഫ് നേപ്പാൾ ട്രിപ്പ്. അപ്പോൾ നമ്മളങ്ങനെ പൊക്രയിൽ നിന്ന് ചിറ്റുവാനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പം ഇവിടെ നിന്ന് വണ്ടി വന്ന് നമ്മളെ കളക്ട് ചെയ്തു. ഞങ്ങളങ്ങനെ ചിറ്റുവാനിലെത്തി. ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാട്ടെ. ഈ അക്കോമഡേഷൻ എന്നുള്ളത് ഇത് ശരിക്കും ഭയങ്കര ഉൾപ്രദേശം കേട്ടോ. നല്ല എന്താ പറയുക, ഗ്രാമപ്രദേശം എന്നൊക്കെ പറയത്തില്ലേ, കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ. നല്ല രസമുണ്ട്, രക്ഷയില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, ലഞ്ച് കഴിച്ചു, കുറച്ച് നേരം ഒന്ന് മയങ്ങി. ഇവിടെ 4:30 സൺസെറ്റും പിന്നെ ഇവരുടെ കൾച്ചറൽ ആക്ടിവിറ്റി, ഡാൻസും കാര്യങ്ങളൊക്കെ അതിനൊക്കെ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. സോ ഇന്ന് ഈവനിങ് അതാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, വന്ന ഡ്രസ്സ് തന്നെ, വേറൊന്നും മാറിയില്ല. നമ്മൾ ആക്ച്വലി വന്നപ്പം വളരെ കുറച്ച് ഡ്രസ്സായിട്ടാണ് വന്നത്. കാരണം ഇതെല്ലാം കൂടി ചുമന്നുകൊണ്ട് നടക്കണ്ടേ, കുറേ ട്രാവൽ ചെയ്യാണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ കൊണ്ടുപോകും, ഈ ഹോട്ടലിൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ നമ്മളെ കൊണ്ടുപോകും. ഞാൻ ശ്രദ്ധിച്ചാൽ നോക്കി, ഈ ചെടിയുടെ പുതിയ ഇത് വരുന്നതാണോ എന്താ സംഭവം എന്ന് അറിയുന്നില്ല, കുറേ ഉണ്ട് കേട്ടത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇനി വല്ല ബട്ടർഫ്ലൈസ് ഫോം ആവുന്നതാണ്, അല്ലാതെ എനിക്ക് തോന്നണേ. ഇതിൻ്റെ തന്നെ പുതിയ ഇതാന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും സൺസെറ്റ് കാണാൻ പോകുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ ഗൈഡ്. എനിക്ക് മനസ്സിലായില്ല. നമ്മളെ സൺസെറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണേ. ഞങ്ങൾ ഇത്രയും പേരുണ്ട് ആ ഹോട്ടലിൽ നിന്ന് ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് ചിറ്റുവാൻ നാഷണൽ പാർക്ക്. ഓക്കെ, എൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ റൈനോയെ കാണാൻ ക്ലോസ് അടുത്ത് പോവാണേ. ഒരു ഇതുമില്ലാതെ ആട്ടോ നമ്മൾ അടുത്ത് പോകുന്നത്. ഇതുണ്ടോ, ആൾക്കാർ നോർമലായിട്ട് നടന്നാ പോകുന്നത്. ഇവിടെ ഒരു കൂട്ടിലൊന്നല്ല ഇട്ടിരിക്കുന്നത്. Greater one rhinoceros. Small one, baby one. Baby one. This is baby one. ഇത് കുട്ടി റിനോസറാന്നാ പറയുന്നത്, കൊമ്പ് വരാത്തോണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് ആർക്ക് വേണേലും പാസ് ചെയ്ത് പോവാം, ഇത്ര ഫ്രീ ആയിട്ട് ഇവിടെ. ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ നേപ്പാളിലെ കൾച്ചറൽ ഡാൻസും പരിപാടിയും കാണാൻ വേണ്ടി വന്നേക്കുക. ഇതിങ്ങനെ ഒരു ഷോ പോലെ ഇവർ കണ്ടക്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ടൂറിസ്റ്റും ആൾക്കാരൊക്കെ ഉണ്ടാവും, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരുടെ ഡാൻസ് കാണാം. Of the region, they are famous for their ability to survive in the most familiar parts of the region that predator. ഞങ്ങൾ
തിരിച്ച് റൂമിൽ പോകുന്നത് എവിടെയാ നോക്കൂ. ഓക്കെ, ഈ വണ്ടിയുടെ പേരെന്താ? സ്കോർപ്പിയോയുടെ മറ്റേ പിക്കപ്പ് വാൻ്റെ ബാക്കിൽ ഇരുന്നിട്ടാ ഞങ്ങൾ പോകുന്നത്. ഹായ്, സൂപ്പർ, നല്ല വൈബ്. ഹലോ. സ്കോർപ്പിയോ ഞാൻ പറഞ്ഞ മതി. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ ആയിട്ടോ. സെക്കൻഡ് ഡേ മോർണിംഗിന് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തിരുന്ന ജംഗിൾ സഫാരിയാണ്. അപ്പോൾ അതിന് നമ്മൾ പോവാണ്. അപ്പം ഇങ്ങനെ സൺസ്ക്രീനൊക്കെ വാരി പൂശി, ഇച്ചിരി ഓവറായോ സംശയം. പിന്നെ ഈ സഫാരി വണ്ടിയിൽ കയറുന്ന പ്രഹസനമാണ് ഈ കാണുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ജംഗിൾ സഫാരിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചധികം നടത്തമുണ്ട്. നമ്മളൊരു സ്പോട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് കുറച്ചൊരു മിനി കാട് പോലെയുള്ള സ്ഥലത്ത് നടന്ന് പിന്നെ ഈ ലേക്ക് ക്രോസ് ചെയ്ത്, ഈ ലേക്കിൽ ക്രോക്കോഡൈൽസ് ഉണ്ട് കേട്ടോ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ കൈ ഒന്ന് പുറത്തിടരുന്ന ഒരു പ്രത്യേകം പറയും. അങ്ങനെയാണ് നമ്മൾ ഫൈനലി ഇവിടെ എത്തി. ഇവിടെ നിന്നാണ് ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. സഫാരിക്ക് പോകുന്ന ജീപ്പ് ജംഗിൾ സഫാരി. ആൾക്കാരുണ്ട്. Park vegetation is covered by the evergreen forest. So there is chance to see the animals. If you see something, just let me know. I will stop. Okay. Many eyes, more animals. Collectively known as the elephant grass. It covers 80% of the park vegetation. നാലല്ല, ഇത് അവിടെ വയ്ക്കുന്നുണ്ടല്ലേ ഇഷ്ടം പോലെ. You tell the difference between off button off. Black one. Sound out. Huh? ഡിസ്റ്റർബ് ഏരിയ നമ്മളെന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ. എന്ത് ഹാച്ചിങ് ഇയർ 2023 എഴുതി നോക്കി. വായ തുറന്ന് വെച്ചിരിക്കുന്നത് ഇത് ബ്രീഡിംഗ് പൂളാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള അല്ലേ.
അതറിയോ രാവിലത്തെ ബീച്ച് അതെവിടെ ടെറട്ടില്. ഇത് ആക്ച്വലി ഒരുപാട് ഏക്കർ ഉണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഒരു ഫോറസ്റ്റ് ആയിട്ട് തന്നെയാണ്. ഇതിൻ്റെ ഒരു എഡ്ജിലാണ് ആ ക്രോക്കോഡൈലിൻ്റെ ബ്രീഡിങ് സ്റ്റേഷൻ നമ്മൾ കണ്ടത്. പിന്നെ ടു ബി ഫ്രാങ്ക് നമുക്ക് അങ്ങനെ ഒരു വലിയ അഡ്വഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യില്ല, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിലും വേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ഫോറിനേഴ്സിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര എന്താ പറയുക എൻജോയ്മെൻറ്റും ത്രില്ലൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സഫാരി ഒരു 4 to 5 hours ഉണ്ടായിരുന്ന സഫാരിയാണ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇത് ക്രൊക്കോഡൈൽ ഉള്ളതുകൊണ്ട് കൈയൊന്ന് നമ്മൾ വെള്ളത്തിലിടരുന്ന് എടുത്ത് പറയും. പിന്നെ നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഈ ചിറ്റ്വാൻ എന്ന് പറഞ്ഞ പ്ലേസ് അവോയ്ഡ് ചെയ്യാണ് നല്ലത്, കാരണം അത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനില്ല അവിടെ നമ്മളെ സംബന്ധിച്ചിട്ടോ. നമ്മളപ്പോൾ ഇവിടെ നിന്നൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ നാട്ടിലത്തെ. റൈസ് വ്യത്യാസമുണ്ട്, പക്ഷേ നല്ല എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ്. അങ്ങനെ ഡേ 3 ആണ് കേട്ടോ ഈ വീഡിയോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡേ 3 നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത് ജംഗിൾ ട്രക്കിംഗ് ആണ്. ഒന്നുമില്ല, നമ്മളിപ്പം സഫാരി ത്രൂ പോയത് ഫുൾ നടന്നിട്ട് ഒരു 1 day ഒരു 8 hours ട്രക്കിംഗ് ഉണ്ടാവും. പക്ഷെ നമ്മളതിന് ഓപ്റ്റ് ചെയ്തില്ല, കാരണം ഞങ്ങൾ സഫാരി പോയപ്പോൾ തന്നെ മടുത്തു. അപ്പം ഞങ്ങൾ ചുമ്മാ ആ ചിറ്റ്വാൻ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഈ കുതിര കണ്ടപ്പോൾ പിന്നെ എൻ്റെ കെട്ടിയവന് കുതിര ഭയങ്കര ക്രേസാണ്. പിന്നെ ഞാനും ഫസ്റ്റ് ടൈം അങ്ങനെ ഇതിലത് കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് വെച്ച് റൗണ്ട് കറങ്ങി. ഞങ്ങൾ പിന്നെ ആ ഡേ ചുമ്മാ ചിറ്റ്വാൻ കറങ്ങാനൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ ഒരു ഫിഷ് കറി, അവരുടെ മീൻ കറി ട്രൈ ചെയ്തു. ഇങ്ങനെയാണ് കേട്ടോ അവരുടെ മീൻ കറി ടേസ്റ്റ് ഉണ്ട്. അതും റൈസും കൂട്ടി ഞാൻ കഴിച്ചു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടെ നമ്മൾ ഫിഷ് ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ ഇട്ട് മുക്കിപ്പൊരിച്ച എന്തോ സംഭവം. തിരിച്ച് ഞങ്ങൾ നടന്നാണ് കേട്ടോ റൂമിലേക്ക് പോയത്. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേപ്പാളിലെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ. അപ്പോൾ നമ്മളിപ്പം തിരിച്ച് കാഠ്മണ്ഡു വന്നു. എയർപോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഹോട്ടലിൻ്റെ ഇത് കാണിച്ചതാണ്. ഹോട്ടൽ മെഡിറ്ററേനിയൻ സ്യൂട്ട് ഹോട്ടൽ. എന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ നമുക്ക് ഡിപ്പാച്ചർ ചെയ്യാനാണെങ്കിൽ ഈ എൻട്രൻസ് ക്ലോസ് ചെയ്താൽ നേരെ എയർപോർട്ടിലെത്താം. അപ്പോൾ നമുക്കും ഇതാണ് സൗകര്യം ലഗേജൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു, ഇനി കിടന്നുറങ്ങട്ടെ. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ആണ്. ആൻഡ് ഇതാണ് വ്യൂ. രക്ഷയില്ലാത്ത അടിപൊളി. റൂഫ് ടോപ്പിലാണ്. ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാം. കണ്ടോ ലാൻഡിങ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതാണ് കാഠ്മണ്ഡു എയർപോർട്ട്. അതാണ് എൻട്രൻസ്. നമുക്ക് ഭയങ്കര അടുത്താണ് ഫ്ലൈറ്റ് പോകുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ മെറിഡിയൻ സൂട്ടിലെ റൂം. ഡീസൻറ്റ് റൂമാണ്. ഇവിടെ നമുക്ക് വ്യൂ ഉണ്ട് എയർപോർട്ടിലേക്ക്, ഗ്ലാസ് വ്യൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ വാഷ്റൂം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ബൈ ബൈ. ലാസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നാട്ടിൽ കാണാം. ബൈ ബൈ. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നാട്ടിൽ കാണാം. ബൈ ബൈ.
ഹിജാനപ്പം മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയേക്കുക. കാരണം നമ്മുടെ ഇന്ത്യയിൽ നേപ്പാളി മണി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് USD കിട്ടിയാലും ഇവിടെ നമുക്ക് ഇന്ത്യൻ മണി കിട്ടത്തില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ USD കിട്ടുവാണെങ്കിൽ നമുക്കത് നാട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ കിട്ടിയോ? നമ്മൾ ആക്ച്വലി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു. പക്ഷേ ഇവർക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തവർക്ക് സ്പെഷ്യൽ എന്താ പറയുക ക്യൂ ഇല്ല. അപ്പം നമ്മൾ ഇവരുടെ കൂടെ തന്നെ നിൽക്കണം. സത്യം പറഞ്ഞാൽ അപ്പം ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ സ്റ്റിൽ ഈ ലോങ് ക്യൂ നിൽക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ ലാൻഡ് ചെയ്തു. ബോംബെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചു. ചായ കുടിക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. 2 ചായ പറഞ്ഞു. സത്യം പറയാലോ, നമ്മുടെ സ്വന്തം നാട്ടിലെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അങ്ങനെ ഇവിടെ നമുക്കിവിടെ കുറച്ച് ലേ ഓവർ ഉണ്ട്. രാത്രി 11:30 ഉള്ളൂ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 4 hours അടുത്ത് നമുക്കിവിടെ ലേ ഓവർ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പം ഇട്ട വീഡിയോൻ്റെ കുറച്ച് നോട്ട്സ് തരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ നേപ്പാളിൽ ഫസ്റ്റ് ടൈമാണ് പോയത്. അപ്പം നമുക്കറിയുന്ന കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നേപ്പാളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കാഠ്മണ്ഡു ആണ് എയർപോർട്ട് ഇതുള്ളത്. പിന്നെ ഉള്ളത് പൊക്രയിലാണ്. പൊക്രയിലേക്ക് പക്ഷേ ഡയറക്റ്റ് നമുക്ക് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നൊന്നും കിട്ടത്തില്ല. മീൻസ് കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല. ഡയറക്റ്റ് നമുക്ക് എയർപോർട്ട് ഉള്ളത് കാഠ്മണ്ഡു ആണ്. കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയ്ക്ക് പോകാൻ ഓൾവേസ് പ്രിഫർ ഫ്ലൈറ്റാണ്. ബഡ്ജറ്റ് ഉള്ളവർക്കും ഒക്കെ നല്ലത്. അല്ലെങ്കിൽ റോഡ് ഇച്ചിരി പണിയാണ്. ഏതെങ്കിലും ഒരു 1 സൈഡെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് തിങ് അബൌട്ട് ലഗേജസ്, നമുക്ക് ഒരുപാട് ലഗേജ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോഡ്, അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലഗേജും കൊണ്ട് പോകുന്നത് നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. അതാണ് മൈ സെക്കൻഡ് തിങ്. മൈ തേർഡ് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, നേപ്പാൾ ഒരു ഫാമിലി ടൂർ ഡെസ്റ്റിനേഷൻ അല്ല ഒരിക്കലും. ഒരു ഫാമിലി ഫ്രണ്ട്ലി ഒരു കൺട്രി അല്ല. കാരണം അവിടുത്തെ എന്താ പറയുക, അങ്ങനെയാണ് അവിടുത്തെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്നത് അങ്ങനെയാണ്. അപ്പം പിള്ളേരും കുട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് പോകുമ്പം ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാനും ഇതിനൊക്കെ. സോ അതൊന്ന് പറയാനുണ്ട്. കപ്പിൾസിന് പോകാൻ നല്ല ഓപ്ഷനാണ്. കപ്പിൾസും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫിറ്റായിട്ടൊക്കെ പോയാൽ നമുക്ക് നല്ലത് കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവർക്ക്, ഞാനൊക്കെ ഇപ്പം വെയിറ്റ് ഓവർ ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. നമുക്ക് കുറേ നടക്കാനൊക്കെ ഉണ്ട്. അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോഴേക്കും നമ്മുടെ പദം വരും. അപ്പോൾ കുറച്ച് ഫിറ്റായിട്ടുള്ളവർക്കൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ട്രക്കിങ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അവിടെ കൂടുതലും വരുന്നത് കപ്പിൾസും കുറവാണ്. നമ്മളങ്ങനെ അധികം കണ്ടില്ല. കൂടുതൽ വരുന്നത് നമ്മുടെ മലയാളി, ഇന്ത്യൻ ഒക്കെ വരുന്നത് സോളോ ട്രാവലേഴ്സാണ്. കുറേ ബാച്ചിലർ ബോയ്സിനെയൊക്കെ നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. സോ ബാച്ചിലേഴ്സ് ബോയ്സൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഓൾസോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് മെയിൻ തിങ്. സോ മൈ ഫോർത്ത് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ചിറ്റുവാൻ, നമ്മൾ കേരളയിൽ നിന്ന് പോകുമ്പം ചിറ്റുവാൻ ഓപ്ഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറെയും കുറേ വ്യൂസൊക്കെ ഉള്ള ഒരു ഏരിയയൊക്കെ ഉണ്ട്.
അന്നപൂർണ്ണ ട്രക്കിംഗ് ഒരു ഓപ്ഷനാണ്. പക്ഷെ അതിന് സെപ്പറേറ്റ് പാക്കേജായിട്ട് പോകണം കേട്ടോ. പിന്നെ വേറെ ഒരു ഏരിയ ഉണ്ട് നോർത്തിൽ, എനിക്ക് അറിയില്ല ഇപ്പോൾ പറയാൻ. ചിറ്റ്വാൻ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുമായിരിക്കും നല്ലത്. അത് വെറുതെ വേസ്റ്റ് ഓഫ് ഡേയ്സ് ആണ് നമ്മുടെ. നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ പോയതാണ്. നമുക്കൊന്നും പ്രത്യേകിച്ചും നമുക്കൊന്നും അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനില്ല. അവിടെ കുറച്ച് റിനോസസിനെ കാണാം എന്നൊക്കെ നല്ലാതെ വലിയൊരു അതിലും ഓൾവേസ് ബെറ്റർ നമ്മുടെ നാട് തന്നെയാണ്. നാട്ടിൽ നമ്മൾ പോകുന്നതൊക്കെയാണ്. സോ അപ്പോൾ ചിറ്റ്വാൻ, നമ്മൾ കേരളയിൽ നിന്ന് പോകുന്നവർക്ക് ചിറ്റ്വാൻ നാഷണൽ പാർക്ക് ആ ഒരു സൈഡ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എബൌട്ട് ഷോപ്പിംഗ് കാത്മണ്ഡുവിലൊക്കെ നല്ല, നമ്മൾ പറയും എക്സ്പെൻസീവ് അല്ല, കമ്പയർഡ് ടു ഇന്ത്യ എക്സ്പെൻസീവ് അല്ല. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുവാണെങ്കിൽ കാത്മണ്ഡുവും അത്യാവശ്യം നമ്മൾ അങ്ങനെ നോക്കുമ്പം എക്സ്പെൻസീവ് ആണ്. പിന്നെ പൊക്രയിൽ ഈ ലേക്ക് വ്യൂ സൈഡൊക്കെ ഉണ്ടല്ലോ, അവിടെയും ഭയങ്കര കത്തിയാട്ടോ. ഒരു ടീഷർട്ടിന് അവർ ചാർജ് ചെയ്യുന്നത് 600,000 സംതിങ് ആണ്. നേപ്പാൾ മണിയാണ്, ബട്ട് സ്റ്റിൽ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 800 ഒക്കെ വരുന്നുണ്ട്. നമുക്കത് ഇവിടെ നാട്ടിൽ ഒരു 200-250 കിട്ടുന്ന സംഭവം. അപ്പം നമുക്ക് ഷോപ്പിംഗ് ചീപ്പായിട്ട് തോന്നിയത് ദേവി ഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പൊക്കാരെ തന്നെയാണ് ദേവി ഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏരിയ ഷോപ്പിങ്ങിൻ്റെ ഉണ്ട്. അവിടെ എനിക്ക് ഭയങ്കര ചീപ്പായിട്ട് തോന്നി. പിന്നെ എസ്പെഷ്യലി നമ്മൾ കുറച്ച് മുത്തുമാലയൊക്കെ മേടിച്ചായിരുന്നു, ബീഡ്സിൻ്റെ മാലകളൊക്കെ അവിടെ നിന്ന് നല്ല ചീപ്പ് പ്രൈസിൽ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അറൗണ്ട് ഒരു 11-12 ഡേയ്സ് 2 ഡേയ്സ് ട്രാവൽ കൂട്ടാതെ ഒരു 10 ഡേയ്സൊക്കെ നമ്മൾ നേപ്പാളിലുണ്ടായിരുന്നു. നമ്മൾ പോയത് പാക്കേജ് എടുക്കാതെയാണ്, ടൂർ പാക്കേജ് എടുക്കാതെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ടൂർ പാക്കേജ് നോക്കുന്നതിനേക്കാൾ എത്രയോ 1 lakh ഞങ്ങൾക്ക് ലാഭം ഉണ്ടായി. സോ ഞങ്ങൾക്ക് ഇപ്പം 10 ഡേയ്സ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ലാഭത്തിലാണ് നമ്മൾ 10 ഡേയ്സ് നമ്മളവിടെ നിന്നത്. സോ എനിക്ക് എൻ്റെ അഭിപ്രായം നമ്മൾ ഈ ടൂർ പാക്കേജ് എടുക്കാതെ നമ്മൾ തന്നെ പോകുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമ്മൾ തന്നെ കുറേ എക്സ്പ്ലോർ ചെയ്യും, നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച്. മറ്റേ ടൂർ പാക്കേജിലൂടെ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നാട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല ടൂർ പാക്കേജിൽ പോകുമ്പം. കാരണം വെച്ചാൽ അവർ സെറ്റപ്പ് ചെയ്യുന്ന ഒരു 3-4 ഡേയ്സിൻ്റെ ഉള്ളിൽ എല്ലാം ഹറിബറി രാവിലെ ചെയ്ത് അത് അങ്ങനെ ഒരു ഇതിൽ പോവും. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ റിലാക്സ്ഡ് ആണ്, നമ്മുടെ ടൈം നമ്മുടെ ഇത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ചോദിച്ച് അന്വേഷിച്ച് നമ്മൾ പോവാത്ത കുറേ വഴിക്കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോവും. അതൊക്കെ ഒരു ഫണ്ണാണ്, അതൊക്കെ ഒരു രസമാണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ടൂർ പാക്കേജിൽ പോവാത്ത പോലെ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാവും, മെമ്മറീസ് ഉണ്ടാവും. സോ ടൂർ പാക്കേജ് എടുക്കാതെ പോയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, ബഡ്ജറ്റൊക്കെ നോക്കുന്നവർക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു 4-5 പോയിൻറ്റ്സ്. സോ ഈ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈ പോയിൻറ്റ്സ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ നേപ്പാൾ ട്രിപ്പ് സീരീസ്. സോ കീപ് സപ്പോർട്ട് മീ. ഐ നോ ഞാൻ അത്ര ആക്റ്റീവ് അല്ല യൂട്യൂബിലൊന്നും. സോ ബട്ട് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ലൈഫിലെ ഓരോരോ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ യാ, അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.